ഹായ് ഹലോ, മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുട്ടനാടൻ താറാവ് കറി കുട്ടനാട്ടിൽ തന്നെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു താറാവിന് വിൽക്കുന്ന സ്ഥലം കണ്ടു. അപ്പോൾ ഇവിടുന്ന് കുട്ടനാടൻ താറാവിനെ വാങ്ങി നമുക്ക് കറി വെച്ച് നോക്കാം. ഇപ്പോൾ പിടിച്ച താറാവ് അവർ അകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തരും. ഒന്ന് കറി വെക്കുന്ന രൂപത്തിൽ ആക്കി തരും. ഡ്രസ് ചെയ്ത് തരുമെന്നാണ് അവർ പറയുന്നത്. അത് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് തൊലി പൊളിച്ച് ക്ലീൻ ചെയ്ത് തരും, അല്ലെങ്കിൽ പപ്പും പൊടിയും പറിച്ച് കളഞ്ഞാൽ തൊലി അകത്ത ആ ലെയർ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ തരും. അപ്പോൾ ഞാനിപ്പോൾ ആ ലെയർ നിർത്തിയിട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെയ്യ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ കുട്ടനാടൻ താറാവ് കറി വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. താറാവിനെ പിടിച്ചതിന് ശേഷം അവർ അകത്തോട്ട് കൊണ്ടുപോകാണ് ചെയ്തത്. അതിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചൂടുവെള്ളം, അതായത് ഒരു പാത്രത്തിൽ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളത്തിലോട്ട് താറാവിനെ കൊന്നതിന് ശേഷം അതിലിടും. ഒരു കഷ്ടിയൊരു 10-30 സെക്കൻഡ് വെള്ളത്തിലിട്ടതിന് ശേഷം തിരിച്ച് പുറത്ത് വെച്ച് അത് കൂടെ വെറുതെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ തൂവല് വലിച്ച് കളയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് അകത്തുള്ള എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു കിറ്റിലാക്കി തരും. ഏകദേശം ഒരു 1 കിലോ 1.5 കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ഇതിൻ്റെ വെയിറ്റിനല്ല, ഒരു താറാവ് എന്നുള്ള രീതിയിലാണ് റേറ്റ്. 330 രൂപയാണ് ക്ലീൻ ചെയ്ത് വാങ്ങാനായിട്ട് നമ്മുടെ അടുത്ത് വാങ്ങി. നമ്മുടെ താറാവ് കിട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുള്ള താറാവ് ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കാം. അങ്ങനെ നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് താറാവ് വാങ്ങി എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി കുട്ടനാടൻ താറാവ് കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ ആൻറ്റ് പറയും. ഇതെന്താ വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. പച്ചമുളക് കുറച്ച് കറിവേപ്പില വേണം. ചുവന്നുള്ളി എത്ര ചുവന്നുള്ളി? 20 ചുവന്നുള്ളിയോളം എടുത്ത് ഒരു കപ്പ് ചുവന്നുള്ളിയോളം. ഓക്കെ. പിന്നെ ഇത് തേങ്ങാപ്പാല്, ഒന്നാം പാല്, പിന്നെ 2-ാം പാലുണ്ട്. പിന്നെ മസാലകൾ അല്ലേ? ഇത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അത് ഗരം മസാല, കുരുമുളക് പൊടി. ഇത്രയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മതി. പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്ത കുട്ടനാടൻ താറാവ് ക്ലീൻ ചെയ്ത് അവിടുന്ന് വാങ്ങിയത് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങൾ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ചധികം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം. ഒരുമിച്ചാണ് ചേർക്കേണ്ടത്? ഒരുമിച്ച് ചേർക്കാം. നല്ല പോലെ ഇളക്കുക അല്ലേ? അതെ. ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് മുഴുവൻ ചേർക്കാം. ഇത് നല്ലപോലെ വാടിയതിനു ശേഷം അതിലോട്ട് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞാണ്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് പച്ചമുളക് കൊണ്ടാണ് എരിവുണ്ടാവുന്നത്. 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കണം. മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി കറിവേപ്പില എത്ര കറിവേപ്പില വേണം? ഒരു 3 കറിവേപ്പില, 3-2 കറിവേപ്പില ഫുള്ളായിട്ട് ഇടണം. ഇപ്പം ഏകദേശം നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട് അല്ലേ? മസാല ചേർക്കണം. മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇതൊരു 3 സ്പൂണോളം ഉണ്ട്.
3 സ്പൂണോളം. രണ്ടും കൂടി ചേർത്ത് 3 സ്പൂണോളം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഗരം മസാലപ്പൊടി കുറച്ച് ചേർത്താൽ ഇനിയിപ്പോൾ നമുക്ക് താറാവ് ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ടിരുന്നോ, നമ്മൾ കുട്ടനാട്ടിൽ താറാവ് തൂക്കിയിട്ടല്ല വാങ്ങിയത്. ഒരു താറാവ് എന്നുള്ള രീതിയിലാണ് അവർ അവിടെ വിൽക്കുന്നത്. നമ്മൾ അതിന്റെ ഔട്ടർ സ്കിൻ നിർത്തിയിട്ട് അതിന്റെ പൊക്കും കൂടെയൊക്കെ പറിച്ചിട്ടുള്ള രീതിയിലാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇനി എന്തെങ്കിലും തൂവലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അവർ പറഞ്ഞിരുന്നു 1.5 കിലോന്റെ അടുത്ത് ഉണ്ടാവും താറാവ്. നമ്മളോട് വെയിൽ നോക്കിയപ്പോൾ 1 കിലോന് മുകളിലുണ്ട് വേസ്റ്റ് എല്ലാം പോയതിനു ശേഷം. അപ്പോൾ അത് ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്കിപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് താറാവിന്റെ അകത്തുള്ള വെള്ളം ഇതിലോട്ട് ചൂടാകുമ്പോൾ വരും. അതിനുശേഷം വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇതിപ്പോ നമ്മൾ നാടൻ താറാവ് മേടിച്ചിരിക്കുന്നു. നാടൻ താറാവിന് കുറച്ച് വേവുണ്ട്. അരമണിക്കൂറോളം വേവിക്കണം. ചട്ടിയിലായതുകൊണ്ട് എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. താറാവിന്റെ ഇറച്ചിയിലുള്ള വെള്ളം ഏകദേശം ഒരു 5 മിനിറ്റ് മുകളിൽ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതില് താറാവിലെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുപൊടി നല്ലപോലെ ഇളക്കി ഉപയോഗിക്കും. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിക്കാം. വെള്ളം പോരാന്ന് തോന്നിയിട്ടുണ്ട്. വെള്ളം കുറവാന്ന് തോന്നുന്നു. മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം. 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം. 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. വേവായിട്ടുണ്ടോന്ന്. നല്ല മണം ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് എരിവെല്ലാം കറക്റ്റ് അല്ലേ നോക്കാം. എരിവ് കുറച്ച് കയറി നിൽക്കണം. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എരിവ് കുറച്ചും കൂടി വേണം. അപ്പൊ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഒരു സ്പൂൺ കുരുമുളക് ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ, അതായത് ആദ്യം രണ്ടാം പാൽ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം തേങ്ങാപ്പാൽ, എന്നാലാണ് തേങ്ങാപ്പാല് ഉള്ളിലോട്ട് വലിക്കത്തുള്ളൂ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് മസാലയുടെ എല്ലാം മണം കിട്ടുന്നുണ്ട്. ഒന്നാം പാൽ ഇതിലോട്ട് ഒന്നാം പാൽ ചേർക്കാം. നല്ലപോലെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നൊരു തള വരുമ്പോ ഇറക്കി വെക്കാം. ഒന്നാം പാൽ ഒഴിച്ചാല് ഒരു ചെറിയൊരു തള വന്ന് കഴിയുമ്പോൾ നമ്മള് ഇറക്കി വെക്കണം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. ഇനി താളിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചട്ടി വെക്കാം. അതിലോട്ട് എത്ര ഒരു സ്പൂൺ ഒന്ന് സൈഡിലേക്ക് ചുറ്റിച്ചു കൊടുക്കണം. നമുക്ക് ചുവന്നുള്ളി, ഇട്ടിട്ട് പത്തലമുളക് ഒന്ന് നടുവേ മുറിച്ചിടണം. 2 പത്തലമുളകാണ് നമ്മളോട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പില, 2 കറിവേപ്പിലയുടെ കണ്ടാണ് എടുക്കുന്നത്. നല്ലപോലെ ചുവന്നുള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പിയാവും. ഇത് താളിച്ചാൽ നല്ല മണം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കും. ഇങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി മണം വരുന്നുണ്ട്. ലെഗ് പീസ് ആണ് കിട്ടിയല്ലോ.
ഒരു അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ കൂടി കഴിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. അപ്പത്തിന്റെ കൂടെയാണ് താറാവ് കറി ഏറ്റവും നല്ല കോമ്പിനേഷൻ. പാലപ്പം വെച്ച് കൂടെയാണ് നല്ല ടേസ്റ്റ്. അടിപൊളി. കടിച്ചോ? നാടൻ താറാവിറച്ചി കുറച്ച് ഹാർഡായിരിക്കും. നാടൻ ചിക്കൻ പോലെ തന്നെ നാടൻ താറാവ് കുറച്ച് ഹാർഡായിരിക്കും, എല്ല് കൂടുതലായിരിക്കും, മാംസം കുറച്ച് കുറവായിരിക്കും. പക്ഷേ രുചി നാടനാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ, ചെറിയ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്കറിയാവുന്ന പോലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.